48 ലൈൻ പൊളിഞ്ഞു. PCOC ആയിരുന്നു അതിന് ജനറൽ സെക്രട്ടറി. ഞാൻ PCOC ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പാർട്ടി ഒന്നാണ് ഞാൻ പാർട്ടിയുടെ ആ കാലത്താണ്. എനിക്കിപ്പോൾ 83-ാമത്തെ വയസ്സാണ്. ഞാൻ 1945 കാൻഡിഡേറ്റ് മെമ്പർ, 1946 ഫുൾ മെമ്പർ. അതുമുതൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. പിന്നോക്കം പോയിട്ടില്ല. എന്നെ പിന്നോക്കം കൊണ്ടുപോയിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി മെമ്പറായിട്ട് എന്നെ ഡിമോട്ട് ചെയ്തു. ഏരിയ കമ്മിറ്റി കൊണ്ടുപോയിട്ടാണ്. അപ്പോഴും ഞാൻ കൂട്ടാക്കിയിട്ടില്ല. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ കണക്കാക്കി വെച്ചാൽ ഞാൻ ഇതിനകത്തേക്ക് വന്ന ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി വന്നതായിരുന്നു. എന്താ പറയുക, ഇതിനകത്ത് വരുമ്പോൾ തല്ലുകൊള്ളേണ്ടി വരും, ജയിലിൽ പോകേണ്ടി വരും, മെഡിക്കേണ്ടി വരും എന്ന് കരുതി തന്നെ വന്നതാണ്. ഇതെല്ലാം ഞാൻ അനുഭവിച്ചാൽ മരണം ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ നല്ലോണം അനുഭവിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ എവിടുന്ന് ഇട്ടാലും പിന്നെ മെമ്പർഷിപ്പ് കളയുന്നത് ആഗ്രഹിക്കും. ബ്രാഞ്ചിൽ കൊണ്ടുപോയിട്ടാലും ഞാൻ ബ്രാഞ്ച് കൊണ്ടായിട്ട് പോകും. അതുള്ളൂ. ആ ഡിസിപ്ലിൻ വായിക്കാൻ പോകും. എന്നെ എറണാകുളം ഏരിയ കമ്മിറ്റി കൊണ്ടുപോയി. ഞാൻ കൃത്യമായിട്ട് ഏരിയ കമ്മിറ്റി വെക്കുന്നത് ഞാൻ ബാക്കിൽ പോയിരിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും അവർക്ക് ആകെ വിഷമമാണ്. മുമ്പിൽ വന്നിരിക്കുന്നതൊക്കെ പറയും. മുമ്പിലേ ഇരിക്കില്ല. ഞാനിപ്പം നിങ്ങളെക്കാൾ ജൂനിയറാണ്. നിങ്ങൾക്ക് എൻ്റെ സീനിയേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾ സീനിയേഴ്സ് മുമ്പിൽ ഇരിക്കണം, ഞാൻ ബാക്കിൽ ഇരിക്കണം. പിന്നെ ഏത് പ്രകടനം ഉണ്ടെങ്കിലും ഞാൻ എതിർപ്പെട്ടത് പുതിയ ദിവസം എല്ലാം പിടിച്ച് മുമ്പിൽ കാണുന്നതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ഞാൻ കുറേ ബാക്കിൽ മാറി ഞാൻ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യം. ഞാനത് അതിലൊന്നും വിഷമിക്കുന്ന ആളല്ല. എന്ന് വെച്ചാൽ ഞാനൊരു ലക്ഷ്യം വെച്ചുകൊണ്ടിനകത്ത് സ്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നിട്ട് അത് കിട്ടാൻ വരുമ്പോഴേക്ക് ഞാൻ ഇതെല്ലാം നേരിടാൻ പറ്റുന്ന ഒരാളാണ്. അതൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് പാർട്ടിയുടെ ഇപ്പോഴുള്ള മെമ്പർഷിപ്പിന്റെ വയസ്സിന്റെ ആവറേജ് വെച്ച് നോക്കിയാണ് നിങ്ങളുടെ എടുത്ത വർക്ക് ചെയ്തതിന്റെ പകുതി പോലെ ഉണ്ടാവുള്ളൂ. ഉണ്ടാവില്ല.